ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. നിങ്ങൾക്ക് ഈ കഥയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് തന്നെ എഴുതണം. അത് എഴുതുമ്പോഴാണ് അതിൽ മാറ്റങ്ങൾ വരുത്താനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്താനൊക്കെ എനിക്ക് കഴിയുള്ളൂ. അതേപോലെ ഒരു ലൈക്ക്, ഒരു ഹൈപ്പ്, ഈ വക സാധനങ്ങളൊക്കെ ഒരാൾക്കും ഒരു ഛേദവുമില്ലാത്ത ഉപകാരങ്ങളാണ്. നിങ്ങൾ സ്നേഹത്തോടെ എനിക്കത് തരുമ്പോൾ, സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും എല്ലാവരും ഒരു ലൈക്കോ ഒരു കമൻറ്റോ എനിക്ക് വേണ്ടി ഇടണമെന്ന്. 2 വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു പകൽ, ബാൽക്കണിയിലെ ആട്ടുകട്ടിലിരിക്കുന്ന അർജുൻ്റെ തോളിൽ ചാരി അവൻ്റെ കയ്യിലൂടെ കൈചൂറ്റിരിക്കുകയാണ് മാളവിക. രാത്രി തൻ്റെ മാസ്മരികതയിൽ അലിഞ്ഞു തുടങ്ങുമ്പോൾ പുറത്ത് അന്ധകാരം കൂടി തുടങ്ങി. എങ്കിലും പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്നത് തണുപ്പാണ്. അതേ മതി മതി ഇന്ന് സ്വപ്നം കണ്ടത്. മോള് പോയി കിടക്കാൻ നോക്കി. സമയം എത്രയായിന്നാ? അർജുൻ മെല്ലെ അവളെ തനിയെന്ന് അകറ്റി മാറ്റുമ്പോൾ മാളു അവനെ ചുണ്ടുപിളത്തെ നോക്കി. എന്നെ നോക്കി നീ സോപ്പിടണ്ട. നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇവിടെ ഇരുന്ന് ഈ തണുപ്പൊക്കെ കൊണ്ടാ എൻ്റെ കൊച്ചിന് അതിൻ്റെ ദോഷം. അത് പറയുമ്പോൾ അർജുൻ മാളുവിൻ്റെ വീർത്ത ഉദരത്തെ മെല്ലെ തലോടി. ഓഹോ, അപ്പൊ എന്നേക്കാൾ ഇഷ്ടം കുഞ്ഞിനോടാണല്ലേ? എന്നെ ഇപ്പം അർജുന് വേണ്ടല്ലേ? മാളു തൻ്റെ സ്ഥിരം കലാപരിപാടി പുറത്തെടുക്കുമ്പോൾ അർജുൻ അവളെ കൂർപ്പിച്ച് നോക്കി. ഏറ്റില്ലല്ലേ? മാളൊരു ചമ്മിയെ ചിരി പാസാക്കി. ഇതൊന്നും ഇവിടെ ഏൽക്കില്ല മോളെ, ഇത് ഐറ്റം വേറെയാ. ഓ ആയിക്കോട്ടെ, ഞാൻ പോവാം. മാളു വയറിൽ കൈതാങ്ങി മെല്ലെ എഴുന്നേറ്റ് അകത്തേക്ക് കയറുമ്പോൾ അർജുൻ ലൈറ്റ് ഓഫ് ചെയ്ത് അവൾക്ക് പിന്നാലെ അകത്തേക്ക് കയറി ബാൽക്കണി ഡോർ ലോക്ക് ചെയ്തു. വർഷങ്ങൾ പിന്നിടുമ്പോൾ അർജുനും മാളുവും മറ്റൊരു സുന്ദര നിമിഷത്തിനായി ഒരുങ്ങുകയാണ്. അവരുടെ അംശത്തിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ. മാളുവിന് 9ാം മാസമാണ്. വർഷങ്ങൾക്ക് മുന്നേ അവൾ അർജുനോട് തൻ്റെ ആഗ്രഹം അറിയിക്കുമ്പോൾ ഈശ്വരനും അവളുടെ ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. മാളുവിനിപ്പോൾ ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഛർദി അധികമില്ലെങ്കിലും നല്ല ക്ഷീണമാണ് അവൾക്ക്. ഡോക്ടർ പറഞ്ഞ ഡേറ്റിന് ഇനി വെറും ആഴ്ചകൾ മാത്രമേ ഉള്ളൂ എന്നത് മറ്റൊരു ടെൻഷൻ്റെ കാര്യം. എങ്കിലും തങ്ങളുടെ കുഞ്ഞിനെ കാണാനുള്ള തിടുക്കത്തിലാണ് അർജുനും മാളുവും. മാളു വിശേഷം അറിയിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം സിന്ധുവിനും രാഗിക്കുമായിരുന്നു. രാഗിയും മാളുവും തമ്മിലുള്ള നേരിയ അകൽച്ച കൂടെ മാറിയതോടെ അവരവളിപ്പോൾ പൊന്നുപോലെ നോക്കുന്നുണ്ട്. പലതും മറവിക്ക് വിട്ടുകൊടുക്കാൻ മനുഷ്യനോളം കഴിവുള്ള മറ്റൊന്നും ഈ ഭൂമിയിലില്ല എന്ന പോലെ. സിന്ധുവും ശ്രീധരനും കാര്യം അറിഞ്ഞതിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എല്ലാവരുടെയും നിർബന്ധം മൂലം അവിടെ കുറച്ച് ദിവസം നിൽക്കാറുമുണ്ട്. ആകാശും മാളുവിനെ കാണാൻ വന്നിരുന്നു. ഇതിനോടകം അർജുൻ, മാധവ്, ആകാശ് നല്ലൊരു സുഹൃത്ത് ബന്ധം അവർക്കിടയിൽ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. ചന്ദനയോടൊപ്പം കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞതും ദിത്തുമ്പോളെ തിരികെ റൂമിലേക്ക് വന്ന് ആദ്യം കാണുന്നത് മാധവന്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന മോളെയാണ്. ഒരു വേള അത് കാണുകയും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അന്നിവരോടൊപ്പം വരാൻ തീരുമാനമെടുക്കുമ്പോൾ ഉള്ളിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ആർക്കും ഒരു ബാധ്യതയാവരുതെന്നും തൻ്റെ മകളെ സുരക്ഷിതമായി വളർത്തണമെന്നും. പക്ഷെ ആഗ്രഹിച്ചതിനും അപ്പുറമാണ് ഈശ്വരൻ തനിക്ക് തന്നത്. അവസാനമായി അവിടുന്ന് പടിയിറങ്ങുമ്പോൾ അച്ഛനായി കണ്ട ആ മനുഷ്യനോട് കാൽ തൊട്ട് മാപ്പ് പറഞ്ഞു ഉപേക്ഷിച്ച് പോകുന്നതിൽ. പക്ഷെ ചേർത്ത് പിടിച്ച് തന്നെ അനുഗ്രഹിച്ചു. ആ നിറഞ്ഞ കണ്ണുകൾ ഇന്നും തന്നെ നോവിക്കുന്നു. ഭർത്താവെന്ന ആ മനുഷ്യൻ അവസാനമായി ഒരു നോക്കിയുള്ളൂ. താനെന്ന ശല്യം ഒഴിഞ്ഞു പോകുന്ന സന്തോഷത്തിലുപരി അടുത്ത് നിന്നവളെ ചേർത്ത് പിടിക്കുന്ന ആ കാഴ്ച കൂടെ കണ്ടതും പിന്നെ അവിടെ നിൽക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. യാത്രയിലുടനീളം എന്തൊക്കെയോ ഓർത്തുള്ള ആദിയായിരുന്നു. എങ്ങോട്ടാണ് താൻ പോകുന്നതെന്നും അവിടെയുള്ളവർ തന്നെ എങ്ങനെയാകും കാണുക എന്നതും അതിലുപരി തനിക്കും തൻ്റെ മകൾക്കും ഈശ്വരൻ ഇനി കരുതി വച്ചിരിക്കുന്ന പരീക്ഷണങ്ങളും ഓർത്തുള്ള എന്തെന്നില്ലാത്ത ഉത്കണ്ഠ. പക്ഷേ തൻ്റെ ആദികൾക്കൊക്കെ വിപരീതമായിരുന്നു നടന്നത്. മാളു ചേച്ചിയും അർജുനേട്ടനും രാഗിയമ്മയും തന്നെ അവിടുത്തെ രംഗത്തെ പോലെ കണ്ടു. സ്നേഹവും പരിഗണനയും തന്നു. തൻ്റെ മകളെ സ്വന്തമായി കണ്ടു. സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു. പിന്നെ ആ വീടുമായും അവിടെയുള്ളവരുമായും മാത്രമേ താൻ അടുത്തു. ഇടയ്ക്ക് രാഗിയമ്മ പറഞ്ഞാണ് മായി ചേച്ചിയെക്കുറിച്ച് അറിയുന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. നെഞ്ചു പൊട്ടി കരഞ്ഞു. അതോടൊപ്പം അവൾക്കൊക്കെ തന്നോട് ഇത്രയും സ്നേഹം തോന്നാനുള്ള കാരണവും മനസ്സിലായി. ഇതിനൊക്കെ പുറമെ മാധവേട്ടനും ഓർക്കുമ്പോൾ ഒരു നോവായിരുന്നു. സ്നേഹിച്ച പെണ്ണിനെ നഷ്ടമായതും അതിനുശേഷം മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കാതെയുള്ള ആ തീരുമാനം കണ്ട് ആദരവ് തോന്നി. പക്ഷേ ആ ആദരവ് ഒരു പ്രണയത്തിലേക്ക് എത്തിക്കുമെന്ന് താൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. താൻ അവിടെ വന്നതിൽ പിന്നെ ഇടയ്ക്കൊക്കെ ഏട്ടൻ അവിടെ വരാറുണ്ട്. തന്നോടധികം സംസാരിക്കാറില്ലെങ്കിലും ദിത്തമ്മളോട് വലിയ കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഏട്ടൻ വരുമ്പോൾ കൂടെ ഏട്ടൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. ആളിൽ നിന്ന് എന്തൊക്കെയോ കാര്യമായി ചർച്ച ചെയ്യുന്ന എല്ലാവരെയും കണ്ടുകൊണ്ടാണ് താൻ ചായയും കൊണ്ട് പുറത്തേക്ക് വന്നത്. എല്ലാവർക്കും ചായ കൊടുത്ത ശേഷം അകത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഏട്ടൻ്റെ അമ്മ അടുത്തേക്ക് വന്ന് എന്തൊക്കെയോ ചോദിച്ചത്. അതിൻ്റെ മറുപടിയെല്ലാം താൻ ചിരിയിലൊതുക്കി. ഒടുവിൽ തന്നെ പോലും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആ ചോദ്യം വന്നത്. എൻ്റെ മകൻ്റെ പെണ്ണായി എൻ്റെ വീട്ടിലേക്ക് വരാമോ മോളെന്ന്. ഞെട്ടലായിരുന്നില്ല,
പകരം ശ്വാസം പോലും നിലച്ചതുപോലെ നിന്നുപോയി. പിടപ്പോടെ ഏട്ടനെ നോക്കുമ്പോൾ തന്നിൽ തന്നെ മിഴികൾ ഉറപ്പിച്ച് നിൽപ്പാണ്. ആകാംക്ഷയോടെ തന്നെ നോക്കിയിരിക്കുന്നവരെ കണ്ട് ആ ഒരു വിറയിലായിരുന്നു. എന്ത് പറയും തനിക്ക് കഴിയുമോ? അറിയില്ല, ഒന്നും അറിയില്ല. ആ ഒരവസ്ഥയായിരുന്നു അപ്പോൾ. ഒടുവിൽ താൻ പോലും അറിയാതെ അതിന് സമ്മതം മൂളി. എന്തുകൊണ്ടാണ് അപ്പോൾ അതിന് സമ്മതിച്ചെന്ന് അറിയില്ല. ഒരുപക്ഷെ ഈ മനുഷ്യനോട് തോന്നിയ പ്രണയം കൊണ്ടായിരിക്കാം. സ്വപ്നം കണ്ട് കഴിഞ്ഞോ? ആ ശബ്ദത്തിനൊപ്പം മുന്നിലൂടെ തെന്നി നീങ്ങിയ കൈകൂടി ആയതും ആദ്യൊരു ഞെട്ടിലോടെ മുന്നോട്ട് നോക്കി. ഗൗരവത്തോടെ ഒരു പുരികമായിട്ട് നിൽക്കുന്നവനെ കണ്ട് അവൾ പതർച്ചയോടെ പിന്നിലേക്ക് നീങ്ങി. എനിക്ക് തന്നോട് അല്പം സംസാരിക്കാനുണ്ട്, വാ. ഗൗരവം നിറഞ്ഞ സ്വരത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് അവൻ ബാൽക്കണി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആകാംക്ഷയും ആദിയും പേടിയും അങ്ങനെ എന്തൊക്കെയോ കലർന്ന ഭാവങ്ങൾ അവളിൽ നിറയുന്നുണ്ടായിരുന്നു. എങ്കിലും ബെഡിൽ കിടന്നുറങ്ങുന്ന ദിത്തുമോളൊന്ന് നോക്കിക്കൊണ്ട് അവൾ മെല്ലെ അവന് പിന്നാലെ പോയി. ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഇരുട്ടിനൊപ്പം തണുപ്പും ബാക്കിയാണ്. മെല്ലെ അവന് പിന്നിൽ പോയി നിൽക്കുമ്പോൾ തൻ്റെ സാമീപ്യം അറിഞ്ഞ പോലെ അവൻ സംസാരിച്ചു തുടങ്ങി. വളരെ പെട്ടെന്നാണ് മായൻ്റെ ഉള്ളിലേക്ക് കയറിയത്. ആദ്യ കാഴ്ചയിലല്ലെങ്കിൽ പോലും അവളിൽ എന്തോ ഒരു അടുപ്പ് കൂടുതൽ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാകാം എൻ്റെ ഇഷ്ടം വൈകാതെ കണ്ണുകളിലൂടെ ഞാൻ അവളെ അറിയിച്ചത്. മാധവ സംസാരത്തിന് തുടക്കം കുറിക്കുമ്പോൾ ആദ്യം ഒരു കേൾവിക്കാരിയായി മാറി. ചിലപ്പോൾ വിധിയായിരിക്കാം ഞങ്ങൾ ഒന്നിപ്പിച്ചത്. പക്ഷെ അതേ വിധി തന്നെ ഞങ്ങൾ എന്നേക്കുമായി പിരിക്കുമെന്ന് കരുതിയില്ല. ഇടറുന്നവൻ്റെ വാക്കുകളിൽ നൊന്നത് അവൾക്കായിരുന്നു. അമ്മയുടെ നിർബന്ധം കൊണ്ട് തന്നെ ഞാൻ വിവാഹം കഴിച്ചത് സത്യമാണ്. പക്ഷേ എപ്പോഴൊക്കെയോ എൻ്റെ മൈൻ്റെ സ്ഥാനത്തേക്ക് ഞാൻ പോലും അറിയാതെ നീ കടന്നു വന്നു. അറിയാം നിനക്കെന്നോട് പ്രണയാണെന്ന്. ആദ്യം ഒരു ഞെട്ടിലോടെ അവനെ നോക്കുമ്പോൾ മാധവ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഈ ജീവിതത്തിൽ നീ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു എന്നറിയാം. അതിൻ്റെ കൂടെ ഞാനായിട്ട് നിന്നെ നോവിക്കില്ല. പകരം ഇനിയെ കൂടി സ്നേഹിച്ചോളാം. മരവിപ്പോടെ അവൻ്റെ വാക്കുകൾ അവളുടെ ഉള്ളടകളിലേക്ക് തുളയുമ്പോൾ ആദിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മൈവിനെ മറക്കാൻ എനിക്ക് ഈ ജന്മം കഴിയില്ല. അതിലുപരി നിന്നെ സ്നേഹിക്കാതിരിക്കാനും എനിക്ക് കഴിയില്ല. കാരണം മാധവ് നിന്നെ സ്നേഹിക്കുന്നു, ഒന്നിച്ചൊരു ജീവിതം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. സമ്മതല്ലേ നിനക്കതിന്? മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ആ ചോദ്യത്തിന് അവൻ്റെ കാൽക്കൽ വീണാണ് അവൾ തൻ്റെ മറുപടി അറിയിച്ചത്. മാധവ് ഞെട്ടലോടെ വേഗം അവളെ പിടിച്ചേൽപ്പിച്ചു. അറിയാം എനിക്ക് ഈ മനസ്സ്. എൻ്റെ തലോടലിനായി, സ്നേഹത്തോടെയുള്ള വാക്കിനായി, ഒരു നോട്ടത്തിനായി ഒക്കെ നീ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇനി വൈകിക്കില്ല. ഈ നിമിഷം മുതൽ എൻ്റേതാണ് നീ. അത് പറയുന്നതിനൊപ്പം മാധവ അവളെ ചേർത്ത് പിടിച്ച് പുണരുമ്പോൾ ആദ്യം കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. ഡോറിനപ്പുറം നിന്ന് ചന്ദനയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറയുമ്പോൾ മനസ്സാൽ ദൈവത്തോട് നന്ദി പറയുകയായിരുന്നു അവൻ ആ നിമിഷം. ചന്ദന തന്നെയാണ് മാധവന് ആദ്യം ആലോചിച്ചത്. എന്നാൽ തുടക്കം കുറിച്ചത് അർജുനും മാളുവുമാണെന്ന് ഇപ്പോഴും രഹസ്യമാണ്. ആദ്യമൊക്കെ മാധവ് അത് എതിർത്തുവെങ്കിലും ഒടുവിൽ അവന് സമ്മതിക്കേണ്ടി വന്നു. അമ്പലത്തിൽ വെച്ചൊരു കുഞ്ഞു താലികെട്ട് മാത്രമായിരുന്നു ചടങ്ങ്. വിവാഹം കഴിഞ്ഞുള്ള ഓരോ ദിവസവും മാധവ അവളിൽ നിന്ന് അകലം പാലിക്കുമ്പോൾ പരാതി ഏതുമില്ലാതെ ആദ്യം തൻ്റെയും മോളുടെയും മാത്രം ലോകത്ത് കഴിഞ്ഞുകൂടി. എങ്കിലും ആ മുഖത്ത് പൂർണ്ണ സന്തോഷമായിരുന്നു. മാധവിൻ്റെ അകൽച്ച ചന്ദനയിൽ ഇത്രയും നാളൊരു നോവായിരുന്നുവെങ്കിൽ ഇന്നവർ ഒന്നിച്ചതിലുള്ള ആനന്ദത്തിലാണ് അവരവിടെ നിന്ന് മടങ്ങിയത്. പെട്ടെന്ന് പിന്നിൽ നിന്ന് കേട്ട ആ അലർച്ചയിൽ ഹിമ അതീപദേശത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ സ്വതവേയുള്ള ഭാവത്തിൽ നിൽപ്പാണ് നമ്മുടെ കക്ഷി. കയ്യിൽ അവരുടെ പൊന്നോമന ആദരിക്കുന്ന അച്ചുമോനുണ്ട്. എന്താ മനുഷ്യൻ നിങ്ങളിങ്ങനെ കിടന്ന് കാറി കൂവുന്നത്? നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണി? ദേ ഗോപേ, എത്ര നേരമായി കൊച്ചുകൊണ്ടൊന്ന് കരയാൻ തുടങ്ങിയിട്ട്? അതിന് ഫീഡ് ചെയ്യുന്ന ബോധമുണ്ടോ നിനക്ക്? ശ്രേഷ്ഠവ് പല്ല് കടിച്ചുകൊണ്ട് പറയുമ്പോൾ ഹിമോനെ തറപ്പിച്ച് നോക്കി. കൊടുക്കാൻ എന്തെങ്കിലും ബാക്കി ഉണ്ടാവണ്ടേ? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട്. ഹിമ ശബ്ദം താഴ്ത്തി പെറുപെറുക്കുമ്പോൾ അത് കേട്ട പോലെ ശ്രേഷ്ഠവന്റെ മുഖത്ത് പതർച്ച നിറഞ്ഞു. എങ്കിലും അവൻ വേഗം ഗൗരവം എടുത്തണിഞ്ഞു. നീ കൂടുതൽ വാർത്താണെന്ന് പറയണ്ട, പോയി കൊച്ചിന് ഫീഡ് ചെയ്യടി. ഓ, ഇങ്ങനൊരു കാലമാണ്. ഹിമ ചവിട്ടിക്കുലുക്കി കുഞ്ഞിനെയും അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി റൂമിലേക്ക് നടന്നു. ഡേയ്, അകത്തേക്ക് കയറി ഡോറ് ചാരാൻ തുടങ്ങുമ്പോഴാണ് അവൻ്റെ വിളി വീണ്ടും അവളെ തേടിയെത്തുന്നത്. ഹിമ ഒന്ന് തിരിഞ്ഞു നോക്കി. ബാക്കി വെച്ചേക്കണേ. കള്ളച്ചിരിയോട് അവൻ ചുണ്ടും നനക്കുമ്പോൾ ഹിമ ആകെ ഒന്ന് ചുവന്നു. അവൾ വേഗം ഉള്ളിലേക്ക് കയറി ഡോറ് ചാരിയിട്ടു. രാവിലെ എഴുന്നേറ്റ് ആദ്യം കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ മാധവ് ബെഡിൽ എഴുന്നേറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അവനെ കണ്ടവൾ വേഗം ചായ എടുക്കാനായി പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും അവളെ പിന്നിൽ നിന്ന് വിളിച്ചു. ആദ്യം ഒരു സംശയത്തോടെ അവനെ തിരിഞ്ഞു നോക്കി. ഇന്ന് മുതൽ ഈ നെറുകയിൽ സിന്ദൂരം തൊടണം, എനിക്ക് വേണ്ടി. ഒഴിഞ്ഞു കിടക്കുന്ന ആ രേഖയിലേക്ക് മിഴികൾ എറിഞ്ഞുകൊണ്ട് അവൻ മെല്ലെ ഒഴിയുമ്പോൾ ആദ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ മുഖം തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ മൃദുവായെന്ന് ചുണ്ടമർത്തുമ്പോൾ നിന്ന് നിൽപ്പിൽ വിലച്ചു പോയവൾ കണ്ണുകൾ കൂടുതൽ ശക്തമായി പെയ്തു. മതി അർജുൻ, എനിക്ക് വയറ് വീർത്തു.
രാവിലത്തെ സ്ഥിരം കലാപരിപാടിയായ മാളുവിനെ കൊണ്ട് ഭക്ഷണം നശിപ്പിക്കുന്ന തിരക്കിലാണ് അർജുൻ. രണ്ടാമത്തെ ദോശ പകുതിയായതും മാളുവിന് അസ്വസ്ഥത തുടങ്ങി. അല്പം കൂടെ കഴിക്കണ്ട കുഞ്ഞെ, ഒന്നും കഴിച്ചില്ലല്ലോ നീ. പ്ലീസ് അർജുൻ, എനിക്ക് മതിയായിട്ടാ. ഇനി ഈ കാഴ്ച ഇപ്പൊ കാഴ്ചതൊക്കെ പുറത്തേക്ക് വരൂട്ടോ. അതുകൂടെ കിടന്നും അവനത് മതിയാക്കി എഴുന്നേറ്റു. മാളുമെല്ലാം പോയി കൈയും വായൊക്കെ കഴുകി വരുമ്പോൾ അർജുൻ അവൾക്കുള്ള മരുന്നെല്ലാം എടുത്തു വെച്ചു. ദാ ഇതെല്ലാം കഴിച്ചിട്ട് കുറച്ചു നേരം കിടന്നോ. അല്ല, അർജുൻ എവിടെ പോവാ? അവള് ടാബ്ലറ്റ് കഴിക്കുന്നതിനിടയിലായി ചോദിച്ചു. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല എൻ്റെ പെണ്ണെ, ഇവിടെ തന്നെ ഉണ്ട്. ആണോ? എന്നാലൊരു കാര്യം തരുമോ? അവളൊരു കള്ളച്ചിരിയോടെ ചോദിക്കുമ്പോൾ അർജുൻ അവളൊന്ന് സൂക്ഷിച്ചു നോക്കി. എന്തോ ഉടായിപ്പാണ് ആ പറഞ്ഞു വരുന്നതെന്ന് അവന് പിടികിട്ടി. എനിക്ക് അർജുന് ലിപ്പ് വേണം. ഒരു വേള അവൾ പറയുന്നത് കേട്ട് അവനെ കണ്ണു പിടിഞ്ഞു. അർജുന് ലിപ്പ്? നിഷ്കളങ്കമായി അവൾ പറയുമ്പോൾ അവൻ അവൾക്ക് അടുത്തേക്ക് വന്നിരുന്നു. ഈ ടൈമിൽ ഫുഡ് ജ്യൂസൊക്കെ കൊതി തോന്നുന്നത് നോർമലാണ്. പക്ഷെ എൻ്റെ വീടിനെല്ലാം വെറൈറ്റി ആണല്ലോ. അതിനവളിൽ നിന്നും വന്നതൊരു കള്ളച്ചിരി മാത്രമായിരുന്നു. മിഴികൾ തമ്മിലിടയുമ്പോൾ തന്നിലേക്ക് അടുത്ത് വരുന്ന ആ മുഖത്തിൽ അവളുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു.